ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള PC ടോക്സ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതുവരെ ചോദിച്ചിട്ടുള്ള 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 150 ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് പോവേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2013 കേട്ടോ. 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത്. ഓക്കെ. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചതേതാണ്? അന്താരാഷ്ട്ര ചെറുധാന്യമായി ചെറുധാന്യ വർഷമായി ആചരിച്ചത് 2023 വർഷമാണ് കേട്ടോ. 2023 വർഷമാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നത് എന്തിന്റെ സ്മരണാർത്ഥമാണ്? എന്തിന്റെയാണ്? 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെയാണ് കേട്ടോ. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ പേരിലാണ് 2015 മുതൽ ഇന്ത്യയിൽ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത്. ഓക്കെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? 1918 കേട്ടോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത് 1918. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1957 ഏപ്രിൽ 27 കേട്ടോ. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1957 ഏപ്രിൽ 27. എല്ലാ വർഷവും നിയമസഭാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഏപ്രിൽ 27. ഓക്കെ. എല്ലാ വർഷവും നിയമസഭാ ദിനം എന്നാണ്? ഏപ്രിൽ 27 കേട്ടോ. ഓക്കെ. ഇന്ത്യയിലെ പ്രധാന വ്യവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖല ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രധാന വ്യവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. ഓക്കെ. സുവർണ ചതുഷ്കോണം. ഓക്കെ. സുവർണ ചതുഷ്കോണം പാത എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? 12 സംസ്ഥാനങ്ങളിലൂടെയാണ് സുവർണ ചതുഷ്കോണം കടന്നു പോകുന്നത്. ഓക്കെ. 12 സംസ്ഥാനങ്ങളിലൂടെയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ തിരൂരാണ് കേട്ടോ. ബേപ്പൂർ തിരൂരാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത. ഓക്കെ. കനോലി കനാൽ. ഓക്കെ. കനോലി കനാൽ ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ്? കനോലി കനാൽ ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് കേട്ടോ. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് കനോലി കനാൽ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലുള്ള പാർവതി പുത്തനാർ ഏതൊക്കെ കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? എന്താണ്? തിരുവനന്തപുരം ജില്ലയിലുള്ള പാർവതി പുത്തനാർ ഏതൊക്കെ കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? വേളി ടു കഠിനംകുളം കായലുകളാണ് കേട്ടോ. വേളിയും കഠിനംകുളം കായലുകളെയാണ് ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാടാണ് കേട്ടോ. മലനാടാണ്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. അടുത്തത്, ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും കേരളത്തിന്റെ ഏത് ഭൂപ്രദേശത്തിന്റെ സവിശേഷതകളാണ്? ഇടനാടാണ് കേട്ടോ. ഇടനാടാണ്. അടുത്ത ചോദ്യം, ജലലഭ്യതയും ഉപഭോഗവും കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ രാജ്യത്താദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. ജലലഭ്യതയും ഉപഭോഗവും കണക്കാക്കി
തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ രാജ്യത്താദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. ഓക്കെ, ഇനി ഞാൻ ഒഴുകട്ടെ എന്നാണ് കേട്ടോ. ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷന്റെ, നോട്ട് ചെയ്യുക, ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. പദ്ധതികളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1-2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പദ്ധതിയുടേത്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട്, എന്താണ്? ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഓക്കെ. ശാസ്ത്രീയ ദ്രവമാലിന്യ പരിപാലന സംവിധാനമൊരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമായും വൃത്തിയായും സംരക്ഷിക്കാനുള്ള ജനകീയ ക്യാമ്പയിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെളിനീരൊഴുകും നവകേരളമാണ് കേട്ടോ. തെളിനീരൊഴുകും നവകേരളമാണ്. ഓക്കെ. ശാസ്ത്രീയ ദ്രവമാലിന്യ പരിപാലന സംവിധാനമൊരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമായും വൃത്തിയായും സംരക്ഷിക്കാനുള്ള ജനകീയ ക്യാമ്പയിനാണ് തെളിനീരൊഴുകും നവകേരളം. അടുത്ത ചോദ്യം, സമപന്തി ഭോജനത്തിന് നേതൃത്വം നൽകിയ സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? അയ്യാ വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ഥിരം ചോദ്യമാണ്. അയ്യാ വൈകുണ്ഠ സ്വാമികളാണ്. അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഊരൂട്ടമ്പലമാണ് കേട്ടോ. ഊരൂട്ടമ്പലത്താണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പരോക്ഷ സബ്സിഡികൾക്ക് ഉദാഹരണങ്ങൾ ഏവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? നികുതി നിരക്ക് കുറയ്ക്കലും അതുപോലെ തന്നെ വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കലുമാണ് കേട്ടോ. എന്തൊക്കെയാണ്? നികുതി നിരക്ക് കുറയ്ക്കലും വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കലുമാണ്. കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ഏതാണെന്നാണ്? ലൈഫാണ് കേട്ടോ. ലൈഫാണ്. ഓക്കെ. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളെ ഒരുക്കുന്ന പദ്ധതി ഏതാണ്? തീരമൈത്രിയാണ് കേട്ടോ. തീരമൈത്രിയാണ്. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന പുനരധിവാസം പദ്ധതി ഏതാണ്? കൈവല്യ പദ്ധതിയാണ് കേട്ടോ. കൈവല്യ പദ്ധതിയാണ് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ പദ്ധതി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതി ഏതാണ്? വിദ്യാവാഹിനിയാണ് കേട്ടോ. വിദ്യാവാഹിനിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ എത്ര ശതമാനം തുകയാണ് സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി നീക്കിവെക്കുന്നത്? 10% മാത്രമാണ് കേട്ടോ. 10%. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്ന ഭൗതിക സവിശേഷത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കൃഷിയിടങ്ങളെയാണ് കേട്ടോ. കൃഷിയിടങ്ങളെയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനം ഏതാണ്? ഭുവനാണ് കേട്ടോ. ഭുവനാണ്. ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാർ ചെലവ് ഏതിനത്തിൽ പെടുന്നു? വികസന ചെലവാണ് കേട്ടോ. വികസന ചെലവിലാണ് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാർ ചെലവ്. ഓക്കെ. മഹാമാരികൾ, പ്രകൃതി ദുരന്തം എന്നിവയെ നേരിടാനുള്ള ചെലവുകൾ ഏതിനത്തിലേതാണ്? വികസനേതര ചെലവാണ് കേട്ടോ.
നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാരിന്റെ ചെലവ് വികസന ചെലവിലാണ് പെടുന്നത്. അതുപോലെ തന്നെ മഹാമാരികൾ, പ്രകൃതി ദുരന്തം എന്നിവയെ നേരിടാനുള്ള ചെലവുകൾ വികസനേതര ചെലവിലാണ് പെടുന്നത്. കെട്ടിട നികുതി ഏതിനം നികുതിക്ക് ഉദാഹരണമാണ്? പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. കെട്ടിട നികുതി പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 112 പ്രകാരമുള്ള രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് എങ്ങനെ അറിയപ്പെടുന്നത്? കേന്ദ്ര ബജറ്റായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 112 അനുച്ഛേദം 112 പ്രകാരമുള്ള രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കേന്ദ്ര ബജറ്റായിട്ടാണ് അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? ശ്രദ്ധിക്കുക, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയാണ് R.K. ഷൺമുഖം ചെട്ടി. R.K. ഷൺമുഖം ചെട്ടിയാണ്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിക്കുന്ന സമഗ്രമായ സർക്കാർ നയം ഏതാണ്? ധനനയമാണ് കേട്ടോ. ധനനയമാണ്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിക്കുന്ന സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം എന്ന് പറയുന്നത്. അടുത്തത്, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഗാന്ധിജി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് കേട്ടോ. ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. ഏത് ലോക നേതാവിന്റെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം? ഏത് ലോക നേതാവിന്റെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം? ആരുടെയാണ്? നെൽസൺ മണ്ടേലയുടെയാണ് കേട്ടോ. നെൽസൺ മണ്ടേലയുടെയാണ്. കേരളത്തിലെ ഏത് ഭരണാധികാരികളുടെ നാണയമായിരുന്നു വീരയായൻ പണം? കേരളത്തിലെ ഏത് ഭരണാധികാരികളുടെ നാണയമായിരുന്നു വീരരായൻ പണം? കോഴിക്കോട് സാമൂതിരിയുടെയാണ് കേട്ടോ. കോഴിക്കോട് സാമൂതിരിയുടെയാണ്. 1917 മെയ് 29 ആരുടെ നേതൃത്വത്തിലാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്? സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിലാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിലാണ് 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. ഗോത്രവിഭാഗത്തിലുള്ള ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ജനനി ജന്മരക്ഷയാണ് കേട്ടോ. ജനനി ജന്മരക്ഷയാണ്. ഗോത്രവിഭാഗത്തിലുള്ള ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പ്രതിഭാ തീരമാണ് കേട്ടോ. പദ്ധതികളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പ്രതിഭാ തീരം. അടുത്തത്, ഗോത്രവിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾക്കായി എന്തൊക്കെയാണ്? ഗോത്രവിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾക്കായി ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഗോത്രബന്ധയാണ് കേട്ടോ. ഗോത്രബന്ധയാണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹമായി അറിയപ്പെടുന്നത് ഏതാണ്? യുറാനസ് ആണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി വിവരിച്ച പോളിഷ് ശാസ്ത്രജ്ഞൻ ആരാണ്? നിക്കോളസ് കോപ്പർനിക്കസ് ആണ് കേട്ടോ. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി വിവരിച്ച പോളിഷ് ശാസ്ത്രജ്ഞൻ ആരാണ്? നിക്കോളസ് കോപ്പർനിക്കസ്. കോപ്പർനിക്കസ് ആണ്. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്ര
ഗ്രഹങ്ങൾ. ഓക്കെ, ക്ഷുദ്ര ഗ്രഹങ്ങൾ ഏതാണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്. ഓക്കെ, ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നതും ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കൾ ഏതൊക്കെയാണ്? കുള്ളൻ ഗ്രഹങ്ങളാണ് ട്ടോ. കുള്ളൻ ഗ്രഹങ്ങളാണ്. ക്ഷുദ്ര ഗ്രഹങ്ങളിൽ നിന്ന് മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളേവ ഉൽക്കകളാണ് ട്ടോ. ഉൽക്കകളാണ്. അതുപോലെ തന്നെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് കത്തിത്തീരുന്നതിനാൽ പ്രാദേശികമായി കൊള്ളിമീനുകൾ എന്നും അറിയപ്പെടുന്നത് ഉൽക്കകളാണ്. ഓക്കെ, കൊള്ളിമീനുകൾ എന്നറിയപ്പെടുന്നത് ഉൽക്കകളാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു? 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും. ഓക്കെ, കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1989. 1989 കുട്ടികളുടെ അവകാശം ഉടമ്പടി ഒപ്പുവെച്ചത്. ഓക്കെ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിന്റെ വിധിന്യായത്തിലാണ്? കേശവാനന്ദ ഭാരതി കേസാണ് ട്ടോ. കേശവാനന്ദ ഭാരതി കേസാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് കേശവാനന്ദ ഭാരതി കേസാണ്. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്നത് ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ് ട്ടോ. ജ്യോതിറാവു ഫുലെയാണ്. അടുത്ത ചോദ്യം, ഗോത്രവിഭാഗത്തിൽ നിന്ന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ്? നാഞ്ചിയമ്മയാണ് ട്ടോ. നാഞ്ചിയമ്മയാണ്. ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ? ഓക്കെ, ഏതാണ്? ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ? നിലമ്പൂർ ആയിഷയാണ് ട്ടോ. നിലമ്പൂർ ആയിഷയുടെ ജീവചരിത്രമാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആരാണ്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ് ട്ടോ. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ്. E.K. ജാനകി അമ്മാൾ ഏത് ശാസ്ത്ര മേഖലയിലാണ് മികവ് തെളിയിച്ചത്? സസ്യശാസ്ത്രമാണ് ട്ടോ. E.K. ജാനകി അമ്മാൾ ഏത് ശാസ്ത്ര മേഖലയിലാണ് മികവ് തെളിയിച്ചത്? സസ്യശാസ്ത്രമാണ്. ഭിന്നശേഷിക്കാരായ അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായികമേളയായ പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം ഏതാണ്? വർഷം 1948 ആണ് ട്ടോ. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 14 ആണ് ട്ടോ. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 14 ആണ്. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 15 ആണ് ട്ടോ. അനുച്ഛേദം 15 ആണ്. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 14 ആണ്. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 15 ആണ്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ്? 1998 മെയ് 17 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2017-18 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? വിശപ്പുരഹിത കേരളമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വിശപ്പുരഹിത കേരളമാണ്. ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1098 ആണ് ട്ടോ. 1098 ആണ്. അതുപോലെ തന്നെ ക്രൈം സ്റ്റോപ്പർ ഹെൽപ്പ് ലൈൻ നമ്പറും 1090 ആണ് ട്ടോ. 1090 ആണ്.
ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ശുപാർശ ചെയ്ത 1957 കമ്മിറ്റി ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് കേട്ടോ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ദ്വിതല പഞ്ചായത്ത് ഘടനയും പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയും ശുപാർശ ചെയ്ത 1978 കമ്മിറ്റി ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ് കേട്ടോ. അശോക് മേത്ത കമ്മിറ്റിയാണ്. വർഷം ശ്രദ്ധിക്കുക, രണ്ടിന്റെയും വർഷം ശ്രദ്ധിക്കുക. ഓക്കെ. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. എത്ര തലത്തിലെ നഗരപാലികാ സംവിധാനമാണ് 74-ാം ഭരണഘടനാ ഭേദഗതി വിഭാവനം ചെയ്യുന്നത്? ഏതാണ്? 2 തരത്തിലുള്ള നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, അതായത് മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും. ഓക്കെ. അതുപോലെ തന്നെ 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? ജനകീയാസൂത്രണമാണ് കേട്ടോ. ജനകീയാസൂത്രമാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളി ഏതാണ്? ഭൂവൽക്കമാണ് കേട്ടോ. ഭൂവൽക്കമാണ്. ഓക്കെ. അടുത്തത്, വൻകര ഭൂവൽക്കത്തിന് ഏറ്റവും കനം കൂടുതലുള്ള പ്രദേശം ഏതാണ്? പർവ്വത പ്രദേശമാണ് കേട്ടോ. പർവ്വത പ്രദേശമാണ്. വൻകര ഭൂവൽക്കത്തിന് ഏറ്റവും കനം കൂടുതലുള്ള പ്രദേശം ഏതാണ്? പർവ്വത പ്രദേശമാണ്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? അസ്തനോസ്ഫിയർ ആണ് കേട്ടോ. അസ്തനോസ്ഫിയർ ആണ്. ഭൗമഘടനയിൽ നിഫെ, ഓക്കെ, ഭൗമഘടനയിൽ നിഫെ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? കാമ്പാണ് കേട്ടോ. കാമ്പാണ്. ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര ഉയരം വരെയാണ്? 29 കിലോമീറ്റർ വരെയാണ് കേട്ടോ. 29 കിലോമീറ്റർ വരെയാണ്. മഴവെള്ളത്തിന്റെ pH മൂല്യം ഏതളവിൽ കുറവാണെങ്കിലാണ് അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നത്? എത്രയാണ്? മഴവെള്ളത്തിന്റെ pH മൂല്യം, ഓക്കെ, മഴവെള്ളത്തിന്റെ pH മൂല്യം ഏതളവിൽ കുറവാണെങ്കിലാണ് അതിന്റെ അമ്ലമഴയായി കണക്കാക്കുന്നത്? 5ൽ കുറവാണെങ്കിലാണ് കേട്ടോ. 5ൽ കുറവാണെങ്കിലാണ്. ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മിസോസ്ഫിയർ ആണ് കേട്ടോ. മിസോസ്ഫിയർ ആണ്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മിസോസ്ഫിയർ ആണ് കേട്ടോ. മിസോസ്ഫിയർ ആണ്. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അയണോസ്ഫിയർ, ഓക്കെ, അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ പാളിയുടെ ഭാഗമാണ്? തെർമോസ്ഫിയറുടെയാണ് കേട്ടോ. തെർമോസ്ഫിയർ ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏതാണ്? അരക്കൻ പർവ്വതനിരയാണ് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏതാണ്? അരക്കൻ പർവ്വതനിരയാണ്. വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ് കേട്ടോ. വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനമാണ് കേട്ടോ. എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിളകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനമൊക്കെ എന്താണ്? ഇന്ത്യൻ ഹരിത വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങളാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. നമ്മുടെ ISROയുടെ ചെയർമാനാണ്. 1970 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? നോർമൻ E. ബോർലോഗ് ആണ് കേട്ടോ. നോർമൻ E. ബോർലോഗ് ആണ്.
അടുത്തത് ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്, UN ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവ ചേർന്ന് സംയുക്തമായി തയ്യാറാക്കിയ ദാരിദ്ര്യം കണക്കാക്കാനുള്ള പുതിയ രീതി ഏതാണ്? ബഹുമുദ്ര ദാരിദ്ര്യ സൂചികയാണ് കേട്ടോ. ബഹുമുഖ ദാരിദ്ര്യ സൂചികയാണ്. ബഹുമുഖ ദാരിദ്ര്യ സൂചിക. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവനമാർഗം കണ്ടെത്താനുള്ള പദ്ധതി ഏതാണ്? ജീവനം പദ്ധതിയാണ് കേട്ടോ. ജീവനം പദ്ധതിയാണ്. ഓക്കെ. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം പദ്ധതി ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണാണ് കേട്ടോ. പോഷൻ ശക്തി നിർമ്മാണാണ്. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണാണ്. ഓക്കെ. അടുത്തത് കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സുഭിക്ഷ കേരളം പദ്ധതിയാണ് കേട്ടോ. സുഭിക്ഷ കേരളം പദ്ധതിയാണ്. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. അടുത്തത് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി ഏതാണ്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കേട്ടോ. നിരാമയ പദ്ധതിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നിരാമയ പദ്ധതി. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതം ഏതാണ്? കാർബോജനിനാണ് കേട്ടോ. കാർബോജനിൽ. കാർബോജനിലെ ഘടകവാതകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജനും കാർബൺ ഡയോക്സൈഡുമാണ് കേട്ടോ. ഓക്സിജനും കാർബൺ ഡയോക്സൈഡുമാണ്. ഓക്കെ. കാർബോജനിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജന്റെ അളവ് എത്രയാണ്? 95% കേട്ടോ. 95% ഓക്സിജന്റെ അളവ്. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 5%. 5%. തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രദേശം ഏതാണ്? മലനാടാണ്. എന്താണ്? തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രദേശം മലനാടാണ്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരായ ചെറു സസ്യങ്ങൾ ഏതാണ്? പ്ലവകങ്ങളാണ് കേട്ടോ. പ്ലവകങ്ങളാണ്. കേരളത്തിലെ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന അധിനിവേശ മത്സ്യം ഏതാണ്? ആഫ്രിക്കൻ മുഷിയാണ് കേട്ടോ. ആഫ്രിക്കൻ മുഷിയാണ്. കാർബൺ കൂടുതൽ അളവിലുള്ള ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ് കേട്ടോ. കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ കൂടുതൽ അളവിലുള്ള ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. കാർബൺ മോണോക്സൈഡ് ആണ്. എന്താണ്? ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. വ്യാവസായിക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വാട്ടർ ഗ്യാസും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഗ്യാസുമാണ് കേട്ടോ. വ്യാവസായിക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും. വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡും അതുപോലെ തന്നെ ഹൈഡ്രജനുമാണ് കേട്ടോ. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ് വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ. അതുപോലെ പ്രൊഡ്യൂസർ ഗ്യാസിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡും നൈട്രജനും. ഓക്കെ. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകരിയായി പ്രവർത്തിക്കുന്ന വാതകം ഏതാണ്? ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അടുത്ത ചോദ്യം, സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഡ വാട്ടർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ് കേട്ടോ. സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെ തന്നെ സോഡ വാട്ടർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ ഖരരൂപം ഏതാണ്? ഡ്രൈ ഐസ് ആണ് കേട്ടോ. ഡ്രൈ ഐസ് ആണ്. അതുപോലെ തന്നെ
സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഡ്രൈ ഐസ് ആണ്. ഓക്കെ. ശീതീകാരിയായി ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വകഭേദം ഏതാണ്? ഡ്രൈ ഐസ് ആണ്. ഉയർന്ന താപചാലകതയും എന്നാൽ വൈദ്യുതിയെ കടത്തിവിടാത്തതുമായ കാർബണിന്റെ രൂപാന്തരം ഏതാണ്? വജ്രമാണ് ട്ടോ. വജ്രമാണ്. ഉയർന്ന താപചാലകതയും എന്നാൽ വൈദ്യുതിയെ കടത്തിവിടാത്തതുമായ കാർബണിന്റെ രൂപാന്തരം ഏതാണ്? വജ്രമാണ്. വജ്രത്തിന്റെ ഉയർന്ന താപചാലകതയ്ക്ക് കാരണം എന്താണ്? ശക്തമായ സഹസംയോജക രാസബന്ധനമാണ് ട്ടോ. വജ്രത്തിന്റെ ഉയർന്ന താപചാലകതയ്ക്ക് കാരണം എന്താണ്? ശക്തമായ സഹസംയോജക രാസബന്ധനം. ശുദ്ധമായ വജ്രത്തിന്റെ നിറം എന്താണ്? വജ്രത്തിന് നിറമില്ല. ഓക്കെ. ശുദ്ധമായ വജ്രത്തിന് നിറമില്ല. വജ്രത്തിന് നീല നിറം നൽകുന്നത് ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ്? ബോറോണിന്റെ സാന്നിധ്യത്തിലാണ് വജ്രത്തിന് നീല നിറം നൽകുന്നത്. അതുപോലെ തന്നെ വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ്? നൈട്രജന്റെ ആണ് കേട്ടോ. മഞ്ഞ നിറം നൽകുന്നത് നൈട്രജന്റെ സാന്നിധ്യത്തിലും അതുപോലെ തന്നെ നീല നിറം നൽകുന്നത് ബോറോണിന്റെ സാന്നിധ്യത്തിലുമാണ്. വജ്രത്തിന്റെ ആകർഷണീയതയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പൂർണ്ണാന്തര പ്രതിഫലനമാണ് ട്ടോ. പൂർണ്ണാന്തര പ്രതിഫലനമാണ്. അടുത്തത് വജ്രത്തിന്റെ കാഠിന്യത്തിന് കാരണം എന്താണ്? ശക്തമായ സഹസംയോജക രാസബന്ധനം. നമ്മൾ നേരത്തെ പറഞ്ഞു. വജ്രത്തിന്റെ കാഠിന്യത്തിന് കാരണം എന്താണ്? ശക്തമായ സഹസംയോജക രാസബന്ധനമാണ്. ക്ലോറിന്റെ ബ്ലീച്ചിങ് പ്രവർത്തനത്തിന് ഏത് തരം രാസപ്രവർത്തനമാണ്? ഓക്സീകരണമാണ് ട്ടോ. ഓക്സീകരണമാണ്. തുണികളിലെ കറ കളയാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ക്ലോറിൻ ആണ്. തുണികളിലെ കറ കളയാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ക്ലോറിൻ ആണ്. ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ക്ലോറിൻ ആണ്. ബ്ലീച്ചിങ്ങിനും ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ക്ലോറിൻ ആണ്. ലവണലായനിയിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെ വെളുത്ത അവശിഷ്ടം ഉണ്ടാക്കുകയും അത് അമോണിയ ലായനിയിൽ ലയിക്കുകയും ചെയ്താൽ ഏത് ലവണത്തിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കാനാവുന്നത്? ഏതാണ്? ക്ലോറൈഡ് ലവണമാണ് ട്ടോ. ക്ലോറൈഡ് ലവണമാണ്. ജലശുദ്ധീകരണത്തിനുള്ള ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ഏതാണ്? ക്ലോറിൻ ആണ് ട്ടോ. ക്ലോറിൻ ആണ്. അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡറിന്റെ സവിശേഷമായ ഗന്ധത്തിന് കാരണമായ വാതകവും ഏതാണ്? ക്ലോറിൻ ആണ്. ബ്ലീച്ചിങ് പൗഡറിന്റെ സവിശേഷമായ ഗന്ധത്തിന് കാരണമായ വാതകമാണ് ക്ലോറിൻ. ഓക്കെ. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകം നൈട്രജൻ ആണ്. പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനായി വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകവും ഏതാണ്? നൈട്രജൻ ആണ് ട്ടോ. പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനായി വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ ആണ്. സൂര്യനെ വലം വയ്ക്കാൻ ഭൂമിയിലെ 164 വർഷങ്ങൾ വേണ്ട ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ് ട്ടോ. നെപ്റ്റ്യൂൺ ആണ്. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം വേണ്ട ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. യുറാനസ് ആണ്. 25ലധികം ഉപഗ്രഹങ്ങളുള്ള ഏത് ഗ്രഹങ്ങളാണ്? എത്ര ഗ്രഹങ്ങളുണ്ട്? 25ലധികം ഉപഗ്രഹങ്ങളുള്ള എത്ര ഗ്രഹങ്ങളുണ്ട്? 3 എണ്ണമാണ് ട്ടോ. 3 എണ്ണമാണ്. സൂര്യനെ വലം വയ്ക്കാൻ വ്യാഴം ഗ്രഹത്തിനാവശ്യമായ കാലയളവാണ് വ്യാഴവട്ടം. ഓക്കെ. വ്യാഴവട്ടം. ഇത് ഭൂമിയിലെ എത്ര വർഷമാണ്? 12 വർഷമാണ് ട്ടോ. 12 വർഷമാണ്. സൂര്യനെ വലം വയ്ക്കാൻ വ്യാഴം ഗ്രഹത്തിനാവശ്യമായ കാലയളവാണ് വ്യാഴവട്ടം. ഓക്കെ. നോട്ട് ചെയ്ത് വെക്കുക. വ്യാഴവട്ടം. ഇത് ഭൂമിയിലെ എത്ര വർഷമാണ്? 12 വർഷമാണ് ട്ടോ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത എത്ര ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിലുള്ളത്? 2 എണ്ണമാണ് ട്ടോ. 2 എണ്ണമാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? നീല നിറമാണ് ട്ടോ. നീല നിറത്തിലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിക്ക് നീല നിറമാണ്. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഏക ഗ്രഹം ഭൂമിയാണ്. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഏക ഗ്രഹം ഭൂമിയാണ്. 2 ഉപഗ്രഹങ്ങളുള്ള സൗരയൂഥത്തിലെ ഗ്രഹം ഏതാണ്? ചൊവ്വയാണ് ട്ടോ. ചൊവ്വ ഗ്രഹമാണ്.
പണ്ട് ജലം ഒഴുകിയിരുന്നതിന്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുള്ളത് ഏത് ഗ്രഹത്തിലാണ്? ചൊവ്വയിലാണ് ട്ടോ. ദൂരദർശിനിയിലൂടെ വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ഗലീലിയോ ഗലീലി ആണ് ട്ടോ. ദൂരദർശിനിയിലൂടെ വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ഗലീലിയോ ഗലീലിയാണ്. സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം ഏതാണ്? യുറാനസ് ആണ് ട്ടോ. സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹമാണ് യുറാനസ്. മറ്റ് ഗ്രഹങ്ങൾ പമ്പരം പോലെ സ്വയം കറങ്ങുമ്പോൾ വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹം ഏതാണ്? അതും യുറാനസ് ആണ് ട്ടോ. മറ്റ് ഗ്രഹങ്ങൾ പമ്പരം പോലെ സ്വയം കറങ്ങുമ്പോൾ വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹമാണ് യുറാനസ്. സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ ആണ് ട്ടോ. സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. 2006 ഓഗസ്റ്റിൽ ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആകാശഗോളം ഏതാണ്? പ്ലൂട്ടോ ആണ് ട്ടോ. പ്ലൂട്ടോ ആണ്. പ്ലൂട്ടോ എന്ന ആകാശഗോളത്തിന് ഇപ്പോഴുള്ള പദവി എന്താണ്? കുള്ളൻ ഗ്രഹം. ഓക്കെ, കുള്ളൻ ഗ്രഹമാണ്. പ്ലൂട്ടോ എന്ന ആകാശഗോളത്തിന് ഇപ്പോഴുള്ള പദവി എന്താണ്? കുള്ളൻ ഗ്രഹം. 2013 സൂര്യനിലേക്ക് പാന് നശിച്ച വാൽനക്ഷത്രം ഏതാണ്? ഐസൺ ആണ്. ഓക്കെ, 2013 സൂര്യനിലേക്ക് പാഞ്ഞു നശിച്ച വാൽനക്ഷത്രം ഏതാണ്? ഐസൺ ആണ്. 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാക്കുന്ന ബാലവേല നിരോധന നിയമം ഏത് വർഷത്തേതാണ്? 1986 നിയമമാണ് കേട്ടോ. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്താനായി 2015 നിലവിൽ വന്ന നിയമം ഏതാണ്? ബാലനീതി നിയമം. 2015 വർഷം നോട്ട് ചെയ്ത് വെക്കുക. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്താനായി 2015 നിലവിൽ വന്ന നിയമം ഏതാണ്? ബാലനീതി നിയമം. ഓക്കെ. ലോക ബാലാവകാശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 20 ആണ്. നവംബർ 20 എന്താണ്? ലോക ബാലാവകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്താണ്? ജൂൺ 12 ആണ്. ജൂൺ 12 ആണ് ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ് നവംബർ 20. അതുപോലെ തന്നെ ബാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ 12. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ നിയമം ഏതാണ്? പോക്സോ നിയമമാണ് ട്ടോ. പോക്സോ നിയമമാണ്. 2012 ആണ് ട്ടോ. പോക്സോ നിയമം 2012 ആണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമമാണ് പോക്സോ നിയമം. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി രൂപമെടുത്ത സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. 2014 ജൂണിലായിരുന്നു. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി രൂപമെടുത്ത സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ്? പീഠഭൂമികൾക്ക് ഉദാഹരണങ്ങളാണ്. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ്? പീഠഭൂമികളാണ് ട്ടോ. നമ്മൾ പറയുമ്പോൾ മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നൊക്കെ അല്ലേ പറയുക? അതിന് ഉദാഹരണങ്ങളാണ് ട്ടോ. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായ ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? മേഘാലയാണ് ട്ടോ. മേഘാലയാണ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാസങ്ങളാണ് ട്ടോ. ഇപ്പോൾ ശൈത്യകാലമാണ്. ഓക്കെ, ഡിസംബർ മുതൽ ഫെബ്രുവരി മാസങ്ങളാണ്. ഇന്ത്യയിൽ ഉഷ്ണകാലമായി അറിയപ്പെടുന്നത് ഏതാണ്? മാർച്ച് മുതൽ മെയ് വരെയാണ് ട്ടോ. ഉഷ്ണകാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. പൊങ്കൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ്? തമിഴ്നാട്ടിലെയാണ് ട്ടോ. പൊങ്കല് തമിഴ്നാട്ടുകാരാണ് പൊങ്കലൊക്കെ നല്ലോണം ആഘോഷിക്കുക. ബിഹു ഏത് സംസ്ഥാനത്തെ പ്രധാന നൃത്തരൂപമാണ്? നോട്ട് ചെയ്ത് വെക്കുക. ബിഹു. ഓക്കെ, നൃത്തരൂപമാണ് ബിഹു. ഏതാണ്? അസമാണ് ട്ടോ. അസമിലെയാണ്. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇങ്ങനെ പ്രസ്താവിക്കുന്ന തത്വം ഏതാണ്? നിയമവാഴ്ചയാണ് ട്ടോ. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇങ്ങനെ പ്രസ്താവിക്കുന്ന തത്വമാണ് നിയമവാഴ്ച. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്.
എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ ഇല്ലതാണ്. ഓക്കെ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഇങ്ങനെ പറഞ്ഞതാരാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ് കേട്ടോ. ഓക്കെ, ഗാന്ധിജിയുടെ വാക്കുകളാണ്. 1/4 നൂറ്റാണ്ട് മുൻപ് വറ്റിവരണ്ടു പോയ അട്ടപ്പാടി മേഖലയിലെ ഏത് പുഴയുടെ ഒഴുക്കിനെയാണ് വീണ്ടെടുക്കാനായത്? കൊടുങ്ങരപ്പള്ളം പുഴയാണ് കേട്ടോ. കൊടുങ്ങരപ്പള്ളം പുഴയാണ്. പേര് നോട്ട് ചെയ്ത് വെക്കുക. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടു പോയ അട്ടപ്പാടി മേഖലയിലെ ഏത് പുഴയുടെ ഒഴുക്കിനെയാണ് വീണ്ടെടുക്കാനായത്? കൊടുങ്ങരപ്പള്ളം പുഴ. ഏത് നദിയുടെ പോഷക നദിയാണ് കൊടുങ്ങരപ്പള്ളം പുഴ? ഭവാനിപ്പുഴയുടെ പോഷക നദിയാണ്. ഭവാനിപ്പുഴയുടെ പോഷക നദിയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഓക്കെ, ഏതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ 150 ക്വസ്റ്റ്യൻസ്. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എക്സാം ഒക്കെ എല്ലാവരും നന്നായിട്ട് എഴുതുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്